سيدنا ومولانا محمد اللهم اوصي وبلغ سفرات ما قرأناه من القرآن هذه هدية واصلة ورحمة نازلة وبركة سامية منا إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. നമസ്കാരം. അൽ അലിഫ് ഉലമ കൗൺസിൽ ചാരിറ്റി വിംഗ് ചേലക്കുളം അസാസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചേലക്കുളം ഉസ്താദ് 3ാം ആണ്ട് അനുസ്മരണം ആലുവ വെസ്റ്റ് വെളിയത്തിനാട് വെൽഫെയർ അസോസിയേഷൻ രോഗികളോടൊപ്പം നടത്തുകയുണ്ടായി. ഷാജിദുദ്ദീൻ ബാക്കവി മേത്തലയുടെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ പരിപാടിയിൽ ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കുളം മുഹമ്മദ് ജാബിർ ബാക്കവി ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഷാനവാസ് റഷാദി സ്വാഗതവും അൻസാർ മരിക്കാശ്ശേരി നന്ദിയും പറഞ്ഞു. മുജീബ് റഷാദി ചെറുവട്ടൂർ, സുബൈർ റഷാദി മുണ്ടക്കയം, ശിഹാബ് ബാക്കവി വെള്ളിയാമറ്റം, റഷീദ് പൂയംകുട്ടി എന്നിവർ സംസാരിച്ചു. ചേലക്കുളം ഉസ്താദ് 3ാം ആണ്ടിനോട് അനുബന്ധിച്ച് നടന്ന അനുസ്മരണ പരിപാടിക്ക് ശേഷം രോഗികൾക്ക് ഭക്ഷണ വിതരണവും ദുആ മജ്ലിസും സംഘടിപ്പിച്ചു. മലയാളികൾ ഒരു പണ്ഡിതത്തിനപ്പുറം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരി കേരളത്തിന് അകത്ത പുറത്തുമൊക്കെ ഒത്തിരി ശിക്ഷണങ്ങൾ ഉണ്ടായിരുന്നൊക്കെ ആർക്കുമറിയാം. അപ്പോൾ അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത്. ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഇവിടെ ആണ് ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. ആരുമില്ലാതെ നോക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന സാമൂഹിക സഹോദരന്മാരാണ് ഇവിടെ ഉള്ളത്. ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം ഇവിടെ നമുക്കറിയാം. ഇവിടുത്തെ വെൽഫെയർ പ്രവർത്തനം ഡോക്ടർ മൻസൂറിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ, ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉറവിടമാണ് ഈ നമ്മുടെ ഈ സ്ഥാപനം. അവിടെ ഇങ്ങനൊരു പരിപാടി പ്രത്യേകിച്ച് ചേലക്കുളം ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമാണ്. ചേലക്കുളം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എന്നും മതവിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും ഒരു ഇൻസ്പിറേഷനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നമുക്ക് നല്ല ചിന്താഗതികളോട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അദ്ദേഹം കാണിച്ചുള്ള വഴികൾ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർക്ക് തുല്യമാണെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ മഹത്തരമായ ഒരു അമലിനാണ്, ഒരു പ്രവർത്തനത്തിനാണ്, ഒരു കർമ്മത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷികളാകുന്നത്. സർവാധിനാഥനായ തമ്പുരാൻ ഈ പരിശുദ്ധമായ അമല് ബഹുമാനപ്പെട്ട ശൈഖുന സന്തോഷാതിർവകം ഉണ്ടാകുന്നൊരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ വർക്കത്തോട് അള്ളാഹു ദർജകളെല്ലാം ഉയർത്തി കൊടുക്കട്ടെ. ആ ജാമിയ അസാസിൽ പഠിച്ച ആ മക്കളുടെ ഒരു കൂട്ടായ്മയാണ് അൽ അലിഫ് ഉലമ കൗൺസിൽ ആൻഡ് ചാരിറ്റി വിംഗ്. ഈ അൽ അലിഫ് ഉലമ കൗൺസിൽ ഉസ്താദിനോടുള്ള ആദരവിന്റെ ഭാഗമായിട്ട് ഓരോ വർഷവും ആണ്ട് അനുസ്മരണ പരിപാടികൾ നടത്തപ്പെടാറുണ്ട്. റോഡ് സൈഡിൽ കിടക്കുന്ന കുറ്റവും കുടയുമില്ലാത്ത രോഗികൾ അവരുടെ ആമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഉസ്താദ് ശൈഖുന സൈനുൽ ഉലമ ചേലക്കുളം ഉസ്താദിന്റെ 3ാമത് ആണ്ട് ദിനമായ ഈ ദിവസത്തിൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, അവിടുത്തെ ശിഷ്യന്മാരാകുന്ന അൽ അലിഫ് ഉലമ കൗൺസിലിന്റെ പ്രവർത്തകർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ ഇതുകൊണ്ട് തന്നെയാണ്. അൽ അലിഫ് ഉലമ കൗൺസിൽ എന്ന് പറയുന്ന ഈ ജാമിയ അസാസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കഴിഞ്ഞ 5 വർഷമായി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരികയാണ്. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്തുനബി പിറന്നത് സത്യമാണെന്നറിഞ്ഞു, അഖില ലോക ജനതയ്ക്കും നേതാവായി കൽപ്പിച്ച അബ്ദുള്ള എന്നോർക്കും ആമിന ബീബിക്കും. അല്ലാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള നമ്മുടെ
സഹജീവികളായിട്ടുള്ള കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും വിധത്തിലുള്ള ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ 5 കോടി അനുഗ്രഹങ്ങളെ കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഭൂമിക്കുമീത് ഒരല്പം അഹങ്കാരികളും ഒരിത്തിരി അർമാദിത്വമൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ സഹജീവികളായിട്ടുള്ള ഇവരെ പോലെയുള്ളവർ ഇതുപോലെയുള്ള ഈ 4 ഭിത്തികൾക്കുള്ളിൽ ജീവിതം ജീവിച്ചു തീർക്കുന്ന ഈ സ്ഥാപനത്തിന് ശരിക്കും പറയേണ്ട പേര് സ്നേഹതീരമാണ്. ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ളവർക്ക് ആത്മാർത്ഥമായ സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള നമ്മുടെ സഹോദരങ്ങളെ സഹജീവികളെ സംരക്ഷിക്കാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രചോദനമായത് നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ മതവിജ്ഞാനം തന്നെയാണ്. കാരണം നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബേസിക് വിദ്യാഭ്യാസത്തിലൊന്നും സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നില്ല. ഏകദേശം നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരഞ്ഞെടുക്കുന്ന ആളുകൾ മാത്രമേ MSW പോലത്തെ സോഷ്യൽ വർക്കിലേക്ക് നമ്മൾ അറിഞ്ഞിരിച്ച് അതിൽ ഉൾക്കൊള്ളുന്നു എന്നല്ലാതെ പൊതുവെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവൈലബിൾ ആയ ഒരു സോഷ്യൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കുന്നില്ല. നമ്മൾ കുറെ സയൻസും കണക്കും മറ്റും എല്ലാം നമുക്ക് ആവശ്യമായത് പഠിച്ചു പോകുന്നു എന്നല്ലാതെ ഇതിന് തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകൾ, ഇപ്പൊ നമ്മളോട് സംസാരിച്ച ഇതിന്റെ പ്രവർത്തക പോലുള്ള ആളുകൾ, അവർ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസ സമ്പന്നരായ 98% ആളുകളും ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണുള്ളത്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.